ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കാണിത്. ഇപ്പം ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പൊക്കെ മാറി. ഇപ്പം 1-2 ദിവസം മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. ഇപ്പം നല്ല വെയിൽ, സൂര്യനെ ഇപ്പം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വെറുതെ ഇങ്ങനെ ഇറങ്ങിയാണ്. ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഇവിടെ വന്നു തുടങ്ങും. അപ്പം ഇരുട്ടാൻ ഒരുപാട് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ പോലും ഇരുട്ട് വരത്തില്ല. ഇപ്പം 2 ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ഒരു എയർ, നമുക്ക് ഫ്രഷ് എയർ കിട്ടുന്നുണ്ട്. ഇതാണ് പാർക്ക്. വിജനമായിട്ട് ഇങ്ങനെ മരങ്ങളും അരുവികളും ഒക്കെ ചേർന്ന് കിടക്കുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ അവിടെ എവിടെയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കാറ്റ് കൊള്ളാനും. അപ്പം സ്കൂളൊക്കെ കഴിഞ്ഞാൽ പിള്ളേരും ഒക്കെ എത്താറാവുന്നേ ഉള്ളൂ. ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ഇവിടെ വരും. ഇപ്പം അങ്ങനെ അധികം ആൾക്കാരൊന്നും വന്നില്ല, വരാനൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. ഇത് ആണ് ഒരു പ്ലേ ഗ്രൗണ്ടാണിത്, ഈ കാണുന്നതാണ്. അതൊരു വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാരൊക്കെ വരും. ഈ പാർക്കിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ലേക്കുണ്ട്. ലേക്കിൻ്റെ ഇവിടെയുള്ള ഒരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ ഇതിൽ അങ്ങോട്ട് നമുക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ കുറേ ഈ ചിൽഡ്രൻസ് പാർക്കാണ് അവിടെ കാണുന്നത്. അവിടെ കുറേ വണ്ടികളൊക്കെ പാർക്കിങ്ങിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം കുറേ ആൾക്കാരൊക്കെ ഇപ്പം ഈവനിങ് ആയി തുടങ്ങി. അപ്പം നടക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. കുറേ ആൾക്കാർ സൈക്കിളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷികളും എല്ലാം ഇങ്ങനെ വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ. ഇതാണ് ചിൽഡ്രൻസ് പാർക്ക്. കാര്യമായ ഒന്നുമില്ല എങ്കിൽ പോലും പിള്ളേർക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റാണ്. പാർക്കിനോട് ചേർന്ന് തന്നെ ഒരു ക്ലൈനെ ഗാർഡനുണ്ട്. അതായത് ഗാർഡനാണ്, ചെറിയൊരു ഗാർഡനാണ്. ഇവർ തന്നെ നട്ട് വളർത്തുന്ന ആപ്പിള്, മുന്തിരി, ഓറഞ്ച്, സ്ട്രോബെറി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ ചെടികളും ഉണ്ട്. ഇവിടെ ഓരോ നെയിം ബോർഡ് ഉണ്ട്. ഒരുപാട് ബോർഡ്സ് ഇങ്ങനെ കാണാം. ഇവിടെ ഓരോ ബോർഡ്, അവിടെ ബോർഡ്, അങ്ങനെ അവരെ ദിശ അങ്ങനെ അവർ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ പാർട്ടീഷനായും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ ഏരിയ തിരിച്ച്. ഇതാണ് കാണുന്നതാണ് ചെറിയാണ്. നമുക്കവിടെ കയറി ചെന്ന് അതിൻ്റെ സ്വാദ് ആസ്വദിക്കാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ എല്ലാം വേലി കെട്ടിയിട്ടുണ്ട്, പറിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെയെല്ലാം ഇങ്ങനെ ചെറി, നമ്മുടെ നാട്ടിലെ റൂബിക്ക കിടക്കുന്ന പറഞ്ഞ പോലെ കുറേ റോസ, നല്ല നല്ല പുഷ്പങ്ങളുള്ള ചെടികൾ കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുമായിട്ട് അങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ എൻട്രി ഇല്ല അതിനകത്ത് ഒന്നും. അവർ ചെറിയ ചെറിയ ഗേറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. മുന്തിരി പക്ഷേ എല്ലാം പൂത്തിട്ടേ ഉള്ളൂ, കായായിട്ടില്ല. പൂ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. അത് ചെറിയതായിട്ട് വരുന്നുണ്ട്, മുട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അവർ ആ മുന്തിരി അവരുടെ വീടിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ അവരിതുപോലെ അത് ആർച്ച് പോലെ കൊടുത്ത് അതിലേക്കാണ് ഈ മുന്തിരി ഇങ്ങനെ പടന്ന് കയറിയിരിക്കുകയാണ് അങ്ങോട്ട്.
അതിൻ്റെ അകത്ത് തന്നെ ഒരു കിണറും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കിണർ പോലെ കപ്പി കാണുന്നുണ്ട്, പക്ഷെ കയറ് കാണുന്നില്ല. ഏതൊക്കെ വൃക്ഷങ്ങളായതൊന്നും മനസ്സിലാകുന്നില്ല. കുറേ ഇതുണ്ട്, കായ്ഫലങ്ങളായിട്ട് കിടപ്പുണ്ട്. ഇതൊക്കെ എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. കുറേ എണ്ണമൊക്കെ മനസ്സിലായി. മൊത്തം ഇങ്ങനെ ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ മൊത്തം ഒരുപാട് ഭംഗിയുള്ള പൂക്കളുണ്ട്. ഓരോ നമ്പർ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ഗേറ്റിനും ഇതുപോലെ നമ്പറുണ്ട്. ഓരോ വീട് പോലെയാണ് അവിടെ. ഇങ്ങനെ വന്നിരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളും എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ ഒരുപാട് നല്ലതായിട്ട് ശരിക്കും പഴുത്ത ഒരു ചെറി തൈയാണ്. അതായത് നിറയെ കായുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഒരാൾ പരിപാലിക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ താമസിക്കുക, ഞാൻ മനസ്സിലാക്കി അങ്ങനെ തോന്നുന്നു. ഇവിടെ കുറേ ആൾക്കാർ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീട്ടുകാർ തന്നെ ഇതിൻ്റെ പരിപാലിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇവരുടെ അടുത്ത് തന്നെ താമസിക്കുകയാണ്. ആപ്പിള് കാര്യങ്ങളെല്ലാം ആയിട്ട് ഇതാണ്ട് ആളുടെ വീടാന്ന് തോന്നുന്നു. ആളുടെ അവിടെ നിന്നെല്ലാം ഇതിൻ്റെ തോട്ടം മുഴുവൻ അതെല്ലാം പുല്ലെല്ലാം വെട്ടി ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പം ആപ്പിള് എല്ലാം നിൽക്കുന്നുണ്ട്. ഓരോ ഏരിയയിലെ ഓരോ വീട് ഒരുപാട് ഏരിയ ഉണ്ട്. ഒരുപാട് വെജിറ്റബിൾസ് അവരെല്ലാം കുറേ വിത്തൊക്കെ പാകിയിട്ടുണ്ട്, മൂടിയൊക്കെ വെച്ചിരിക്കുന്ന നല്ലൊരു മനോഹരമായ ഒരു ചെടിയുടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല പൂക്കളൊക്കെ ആയിട്ട് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ആ റോഡിലേക്ക് എൻ്റെ ഒരിടത്താണ് ഇങ്ങനെ ജർമ്മനിയുടെ ഫ്ലാഗും ഒക്കെ അവർ ഫിറ്റ് ചെയ്ത് ഉണ്ട് വീടിനോട് ചേർന്ന് തന്നെ. അപ്പം ഇനി അടുത്ത കൂടുതൽ വിശേഷങ്ങളുമായി പിന്നീടേക്ക് കാണാം.